ഇവിടെ ഈ ഹോസ്പിറ്റലിൽ നമ്മൾ ആമവാതവും ഫൈബ്രോമയാൾജിയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മളിങ്ങനെ ഹിസ്റ്ററി ചോദിച്ചു വരുമ്പോൾ വളരെയധികം ആളുകളിൽ ഇത് ട്രിഗർ ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ട കാരണം കുടുംബ പ്രശ്നങ്ങളാണ്. ഹസ്ബൻഡും വൈഫിൻ്റെ ഇടയിലുള്ള പല പല പ്രശ്നങ്ങൾ ഇങ്ങനെ. അപ്പോൾ ഇതൊക്കെ വന്നാൽ ആമവാദം വരുമോ എന്ന് ചോദിച്ചാൽ വരാം. കാരണം സ്ട്രെസ്സ് കൂടുതലായാൽ ഇമ്മ്യൂൺ സിസ്റ്റം ഡിസോർഡേഴ്സിനുള്ള സാധ്യത നല്ല കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടേതായ രീതിക്ക് കുറച്ചൊക്കെ ശ്രമിച്ചു നോക്കിയിട്ട് ഇത് സംഗതി ശരിയാവുന്നില്ല, കൂടുതൽ കൂടുതൽ വഴക്കിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൗൺസിലിങ്ങിന് പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. മാരേജ് കൗൺസിലിംഗ് എന്ന് വെച്ചാൽ ഡിവോഴ്സൊന്നുമല്ല. നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്ന വലിയ വലിയ പ്രശ്നമായിരിക്കും, പക്ഷെ അത് ഒരു കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. അതിന് പറ്റിയ സൈക്കോളജിസ്റ്റുകളുടെ നമ്പേഴ്സെല്ലാം ഷെയർ ചെയ്ത് തരാവുന്നതാണ്. പരിഹാരമുണ്ട്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൊണ്ട് വലിയൊരു യുദ്ധം തീർത്ത് അതിൻ്റെ അവസാനം വലിയ മനപ്രയാസം കൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു കൗൺസിലിങ്ങിന് പോകുന്നത്.